വേളാങ്കണ്ണി അനുഗ്രഹയാത്ര ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ 131 വേളാങ്കണ്ണി യാത്രയിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ എല്ലാ യാത്രയിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബൈബിൾ തുറക്കുമ്പോൾ ആദ്യം വായിക്കേണ്ട വചനമാണ് റോമർ 9:6. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. വലതുകരമേത്തി എല്ലാവരും എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വചനം. അടുത്തിരിക്കുന്ന കൂടപ്പുറപ്പിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയാം, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ വചനം ലോകത്തിലെല്ലാം പരാജയപ്പെട്ടു. മനുഷ്യൻ ഭാവന ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരാജയപ്പെട്ടു. ഭരണകൂടങ്ങൾ ഭാവന ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെട്ടു. പക്ഷേ ദൈവവചനം ഒരിക്കലും, വലതുകരമേത്തി പറഞ്ഞ ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം പരാജയപ്പെടത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ മംഗളവാർത്ത നടക്കും. സിറമർ സഭയിലെ മംഗളവാർത്ത കാലമാണ്. പക്ഷെ ഫ്രാൻസിസ് മാപ്പ പറയുന്നത്, വചനം വായിക്കുന്ന ഓരോ വ്യക്തിക്കും ആ നിമിഷം ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ മംഗളവാർത്ത നടന്നുകൊണ്ടിരിക്കും. അടുത്തിരിക്കുന്ന കുഴപ്പുറപ്പിനോട് പറ, ഓരോ ദിവസവും മംഗളവാർത്ത നടന്നുകൊണ്ടിരിക്കുക. അതിനൊറ്റ കാരണം, ഈ വചനം സ്വീകരിക്കാൻ ഒരു ഹൃദയം വേണം. വത്സപാറ് പറഞ്ഞ് നിർത്തിയിടത്തു നിന്നാണ് തുടങ്ങുന്നത്. അടുത്തിരിക്കുന്ന കുളപ്പുറപ്പിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ചോദിച്ച്, നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? ചിരിച്ചു കാണിക്കുന്ന സ്നേഹം. എനിക്ക് സ്നേഹമുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ച്, എനിക്ക് സ്നേഹമുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഈ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ചിന്തിച്ചു ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ മാംസം ധരിക്കുള്ളൂ. സ്നേഹിക്കുന്ന വ്യക്തിക്ക് മാത്രമേ വചനം അവന്റെ ഹൃദയത്തിൽ ആഴമുള്ളൂ. എന്താണ് സ്നേഹത്തിന്? 11 ഗുണങ്ങളും 5 ഭാവങ്ങളും. സ്നേഹമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1 ലേഖനം 13:4 നിങ്ങൾക്ക് അറിയാവുന്ന വചനമാണ്. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. വലതുകരമേറ്റി എല്ലാവരും പറഞ്ഞേ, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. ഉറക്കെ പറഞ്ഞേ, സ്നേഹം എന്താണ്? ഉറക്കെ പറഞ്ഞേ, വലതുകരമേറ്റി പറഞ്ഞേ. നിങ്ങൾക്ക് ദീർഘക്ഷമയുണ്ടോ? ഞാന് നമ്മുടെ മുണ്ടക്കയം ടൗണിലുള്ള അപ്പൂക്കറിനൊക്കെ അറിയാം. അവിടെ 19 വർഷം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് തുടർച്ചയായി. അപ്പൊ ബുധനാഴ്ച തോറും അവിടെ ചെല്ലുമ്പോഴ് അപ്പൊ ഈ സ്നേഹത്തെ കുറിച്ചുള്ള ക്ലാസ് എടുത്തു. സ്നേഹം ദീർഘക്ഷമ ഉള്ളതാണ്. അപ്പൊ ഫ്രണ്ടിലിരിക്കുന്ന ഒരു സഹോദരി, നമ്മുടെ വിജി ടീച്ചർ, ഉണ്ടല്ലോ, +2 പ്രിൻസിപ്പളാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പ്രിൻസിപ്പളാണ്. ഇപ്പൊ വലിയ തിരക്കുണ്ടായിട്ട് നമ്മളിവിടെ വന്നിരിക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ടീച്ചറിന്റെ അത്രയും ഒരു സഹോദരി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, എനിക്ക് ദീർഘക്ഷമയുണ്ട്. എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, അവർക്ക് ദീർഘക്ഷമയുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി എല്ലാവരും കരമകർത്തുന്ന കൈയടിച്ചെന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. കരമയുയർത്തി ഹല്ലേലൂയ പറയാൻ പറഞ്ഞു. അന്ന് ബോൾസംബർഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൗൺസിലിംഗ് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് പോയപ്പോഴേ ടൗണിൽ ഒരു വലിയൊരു ആള് കൂട്ടം കൂടി. നോക്കിയപ്പോ എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി, കൈ പൊക്കിയ സഹോദരി. അപ്പൊ ഈ ജൂൺ ജൂലൈ മഴയുള്ള മാസമായിരുന്നുകൊണ്ട് ഇവര് ഉടുത്തോണ്ട് വന്ന ഒരു വെള്ള സാരിയായിരുന്നു. ഈ സാരിയിലോട്ട് ഓട്ടോക്കാരനെ പോയപ്പോ ഗട്ടറിനകത്ത് ചെളി, ഈ വെള്ളമെല്ലാം കൂടെ തെളിച്ച് ഈ സാരിയെ. അപ്പൊ അവരുമായിട്ടുള്ള വഴക്കം. ഞങ്ങൾ എന്നോ പറയും, ഒരു 10-15 മിനിറ്റ് ആയി ബ്രദറെ വഴക്ക് തുടങ്ങി. ബ്രദറിനെ കണ്ടാൽ ചിലപ്പോ വഴക്ക്, എന്നെ കാണുകയും ഇവർ തല കുനിച്ച് ഒറ്റ പോകും. അവിടെ വെച്ച് പറഞ്ഞ എന്താണ്? സ്നേഹം. നിങ്ങൾക്ക് ദീർഘക്ഷമയുണ്ടോ? ദീർഘക്ഷമയുള്ള ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുക. മഹാത്മാഗാന്ധി. ആരാ മഹാത്മാഗാന്ധി? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, നമ്മുടെ രാഷ്ട്രപിതാവ് അല്ലേ? നമ്മുടെ രാഷ്ട്രപിതാവിനെ എന്തുണ്ടായിരുന്നു? ഈ ദീർഘക്ഷമ കിട്ടിയത് ബൈബിള് വായിച്ചതിനെ തുടർന്നാണ്. ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ വായിച്ചിട്ട്, പ്രിയ സഹോദര, നിനക്ക് ദീർഘക്ഷമയുണ്ടോ? പ്രിയ
വൈദിക നിനക്ക് ദീർഘക്ഷമയുണ്ടോ? പ്രിയ ബിഷപ്പെ നിനക്ക് ദീർഘക്ഷമയുണ്ടോ? പ്രിയ അൽമേനി നിനക്ക് ദീർഘക്ഷമയുണ്ടോ? ഈ പറയുന്ന എന്നോട് ഞാൻ ചോദിക്കുന്നു, നിനക്ക് ദീർഘക്ഷമയുണ്ടോ? ദീർഘക്ഷമ ഉണ്ടാകണം. ഒരു മലയിൽ പ്രസംഗിച്ചത് അടുത്ത മലയിൽ യാഥാർത്ഥ്യമാക്കിയവന്റെ പേരാണ് ക്രിസ്തു. വലുതരം എത്തി പറഞ്ഞു ഹല്ലേലൂയ. ഈ പ്രസംഗവും ജീവിതവും ഒന്നാകണം. അല്ലാതെ ഘോരഘോരം പ്രസംഗിക്കാൻ എല്ലാവർക്കും കഴിയും. നീ നിന്നോട് തന്നെ ചോദിക്കണം, എനിക്ക് ദീർഘക്ഷമയുണ്ടോ? ദീർഘക്ഷമയുണ്ടെങ്കിൽ എല്ലാം നേടിക്കഴിഞ്ഞു. ദീർഘക്ഷമയുള്ളവൻ പറയുന്നത് പോലെ ദൈവം കേൾക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആഹാബ് രാജാവും ജസ്ബേൽ രാജ്ഞിയും ഏലിയാവിനെ പീഡിപ്പിക്കാവുന്നിടത്തോളം പീഡിപ്പിച്ചിട്ടും ഏലിയ അവരുടെ അടുക്കൽ അനർത്ഥമായ ഒരു വാക്ക് പറഞ്ഞില്ല. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ എഴുതി വെച്ചത്, ഏലിയ നമ്മെ പോലൊരു മർത്യനാണ്. ഹല്ലേലൂയ. ഏലിയ നമ്മെ പോലെ ആകുന്നത് എങ്ങനെയാണ്? പ്രിയ സഹോദരങ്ങളെ, ഏലിയായെ പോലെ നീ ആകുന്നത് എങ്ങനെയാണ്? ഏലിയായെ പോലെ ഒരു ദീർഘക്ഷമ നിനക്കുണ്ടോ? ഹല്ലേലൂയ. ഞാൻ സ്നേഹിക്കുന്നെങ്കിൽ എന്നോട് ചോദിക്കണം, എനിക്ക് ദീർഘക്ഷമയുണ്ടോ? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങളോട് ചോദിച്ച്, എനിക്ക് ദീർഘക്ഷമയുണ്ടോ ചോദിച്ച്. ഉണ്ടെന്നുള്ളവര് മാത്രം ഒന്ന് കൈവക്കും. ഒരു വ്യക്തി കൈവക്കുന്നില്ല. നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചാൽ, എനിക്ക് ദീർഘക്ഷമയില്ല. ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോയതിനു ശേഷം, അപ്പം സ്വീകരിച്ചതിന് ശേഷം വീട്ടിൽ വന്നിട്ട് പൊട്ടിത്തെറിക്കും. പിന്നെ എങ്ങനെ നിനക്ക് സ്നേഹമുള്ളത്? ഈ സ്നേഹം എന്ന് പറയുന്നത് ദൈവമാണ്. സ്നേഹത്തിന്റെ ഉടമയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നുവെങ്കിൽ ഈ സ്നേഹം വേണം. സ്നേഹം വേണോ? ഇങ്ങോട്ട് നോക്കി, എന്നോട് മുഖത്തേക്ക് നോക്ക്. ഒരു വിധിദിനം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാമോ? പലർക്കും അറിയത്തില്ല. ഞാൻ യുവജന സമ്മേളനത്തിൽ ചോദിച്ചു, പാലായി വെച്ച് ചോദിച്ചു, വിധിദിനം ഉണ്ടോ എന്ന് ചോദിച്ചു. അതെന്തോ ദിനമാണെന്നാ ചോദിക്കുന്നത്. പ്രിയ സ്ഥലങ്ങൾ, ഇന്ന് ആധുനിക തലമുറയ്ക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്, ഒരു വിധിദിനമുണ്ട്. 1 യോഹന്നാൻ 4:17 ഇപ്പൊ എടുക്കും. യോഹന്നാന്റെ ലേഖനം എടുത്തു. 1 യോഹന്നാൻ 4-ാം അധ്യായം 17-ാം തിരുവചനം. ടീച്ചർ ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പൊ ശ്രദ്ധിച്ച്, 1 യോഹന്നാൻ 4:17. എല്ലാവരും വലതുകൈ ഉയർത്തി വചനം ഒന്ന് സ്വീകരിച്ച്. 1 യോഹന്നാൻ ഉറക്കെ പറഞ്ഞേ. 1 യോഹന്നാൻ 4:17. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകണം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, ഒരു വിധി ദിനം ഉണ്ടെന്ന് പറഞ്ഞു. അതിന് നമുക്ക് എന്ത് വേണം? ആത്മധൈര്യം ഉണ്ടാകണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, രാമങ്കരിയിലെ ഏറ്റവും വലിയ ഒരു കുടുംബക്കാരൻ, അദ്ദേഹത്തിന്റെ പേര് ഫ്രാൻസിസ്. അദ്ദേഹത്തിന്റെ ബോഡി ഇപ്പോഴ് മോർച്ചറിയിൽ ഇരിക്കുക. ചൊവ്വാഴ്ചയാണ് അടക്കം. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് 3 വട്ടം പരമല ഇഗോറിയോസ് ഹോസ്പിറ്റലിൽ എന്നെ വിളിച്ചു വരുത്തി. അദ്ദേഹം ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ബ്രദറെ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തി. ഞാൻ ഒത്തിരി സംസാരിച്ചു. അദ്ദേഹം എല്ലാ കുറവുകളും മാറ്റാൻ തയ്യാറായി. 3-ാമത്തെ ദിവസം ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയും 3 മാലാഖമാരൂടെ വന്നിരിപ്പുണ്ട്. ഈ സന്ദേശം കിട്ടി. എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തെ കൊണ്ടുപോകാനാണ്. അത് ഭാര്യ അടുത്തിരിക്കുന്നതുകൊണ്ട് പറയാനൊക്കത്തില്ല. മകനാണെങ്കിൽ അയർലൻഡിലെ ഒരു ബിസിനസ് ഒക്കെ ഇട്ടെറിഞ്ഞിട്ട് അപ്പനെ നോക്കാനായിട്ട് ഓടി വന്നിരിക്കും. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള മക്കളുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴേ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ അദ്ദേഹത്തിന് വചനം മൊത്തം മനസ്സിലാക്കി. ഞാൻ എന്റെ ശിരസിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് റൂമില് അപ്പം എല്ലാവരെയും വെളിയിലിറക്കി ഞാനും അപ്പനും മാത്രം സംസാരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അപ്പൻ എന്റെ തലയിൽ ഒന്ന് കൈവെക്കാൻ പറഞ്ഞു. ഇദ്ദേഹം എന്റെ തലയിൽ കൈവച്ചപ്പോഴുണ്ട് ഈ
ഉച്ച തൊട്ട് ഉള്ളംകാൽ വരെ എർത്തടിക്കുന്ന അനുഭവം. ഈ മനുഷ്യനിൽ ഇങ്ങനെ ആത്മാവ് നിറഞ്ഞു നിൽക്കും. പിന്നെ വന്ന് പ്രാർത്ഥിച്ചു, ഇങ്ങനെ സന്ദേശം കിട്ടി. കഴിഞ്ഞ രാത്രി അദ്ദേഹം മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ ആത്മധൈര്യമുള്ളവരുണ്ട്. ഇന്ന് ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരുണ്ട് പ്രിയരെ. അതുകൊണ്ടാണ് ഇവിടെ വചനം പറയുന്നത്, വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകണം. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. ഈ ബസ്സിലിരിക്കുന്ന ഒറ്റ വ്യക്തിയും 22-ാം നൂറ്റാണ്ട് കാണത്തില്ല. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, 22-ാം നൂറ്റാണ്ട് കാണത്തില്ല. ഈ നൂറ്റാണ്ട് കൊണ്ട് ഇന്നൊരു കുഞ്ഞ് ജനിച്ചു വീഴുവാണെങ്കിൽ 22-ാം നൂറ്റാണ്ടിൽ എത്തണമെങ്കിൽ 76 വയസ്സ് വേണം. എത്ര വയസ്സ് വേണം? ആ മുഖത്ര വയസ്സുണ്ട്. അവള് 12-ഉം 76-ഉം 12-ഉം കൂടെ എത്ര? 76-ഉം 12-ഉം എത്ര? കമ്പ്യൂട്ടർ വേണോ? 88 വയസ്സ് വരെ പല്ലും പൊഴിഞ്ഞൊക്കെ ഇരിഞ്ഞൊക്കെ കണ്ണിനും കാഴ്ചയിലൊക്കെ ഇരുന്ന കാണാം. അപ്പൊ ഇനിയുള്ള തലമുറയൊന്നും അത്രയൊന്നും. അപ്പൊ ഈ ബസ്സിലിരിക്കുന്നവര് മൊത്തം 22-ാം നൂറ്റാണ്ട് കാണത്തില്ല. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, 22-ാം നൂറ്റാണ്ട് കാണത്തില്ല. ബാംഗ്ലൂരിൽ നിന്ന് വന്ന അച്ഛൻ പറഞ്ഞില്ലേ, കോടിക്കണക്കിന് രൂപ ഉണ്ടായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആർക്കും കൊടുക്കാതെ കെട്ടുപിടിച്ചോണ്ടിരിക്കും. പ്രിയ സഹോദരൻ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കേൾക്കുന്ന ഓരോ മക്കളും മനസ്സിലാക്കണം, നിനക്കൊരു വിധി ദിനമുണ്ട്. ഇങ്ങോട്ട് നോക്കി. വയലാർ രാമവർമ്മ എന്ന് പറഞ്ഞ നിരീശ്വരവാദിയായ വ്യക്തി ഒരു പാട്ട് എഴുതി, എനിക്ക് മരണമില്ല. ആ പാട്ടിന്റെ പേരെന്താണ്? എനിക്ക് മനുഷ്യനെ കുറിച്ച് എഴുതിക്കാം. കുതിരക്കുളമ്പടിയേറ്റ് കുതിരി ചാട്ടാവാർ ഇളകുമ്പോൾ ഞടുങ്ങുന്നില്ല ഈ അണ്ടകടാഹങ്ങൾ. മനുഷ്യനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുക. ഈശ്വരൻ എന്നും മറ്റും പേരെനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉറക്കനെ ചിരിക്കാൻ തോന്നിപ്പോകും. ഇതൊക്കെ വായിച്ച് നിരീശ്വരവാദികളായ അനേക യുവജനങ്ങളുണ്ട് കേട്ടോ. ഞാനൊക്കെ ഇതൊക്കെ വായിച്ച് നിരീശ്വരവാദിയായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത ലൈന. അപ്പോൾ ഈശ്വരൻ എന്നും മറ്റും പേരെനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്കനെ ചിരിക്കാൻ തോന്നിപ്പോ. ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് തകഴി ശിവശങ്കര കയറിന്റെ തകഴിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയുക, ഈ മരണം വെപ്രാളത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആ നിഷേധിച്ച വസ്തു ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നിഷേധിച്ച ഈശ്വരൻ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ സമയം പോയി. പ്രിയ സഹോദരാ, നിന്റെ സമയം പോയോ? അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകേണ്ടതിന് ഈ സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കും. എന്താ സ്നേഹം? എന്താ സ്നേഹം? സ്നേഹത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, സ്നേഹത്തിന് ദീർഘക്ഷമ ഉണ്ട്. സ്നേഹത്തിന് സ്വാർത്ഥതയില്ല. എനിക്കുള്ളതല്ല നിനക്കൂടെ ഉള്ളതാ. അടുത്തിരിക്കുന്ന വ്യക്തിയുള്ളതാ. എനിക്ക് എന്തെല്ലാം ഉണ്ടോ അന്നോ പറയാൻ എളുപ്പം. പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ചാരിറ്റി എന്നൊക്കെ പറയുന്ന വളരെ അടുത്തിടയിൽ ഒരു ഇതെടുത്തപ്പോഴേ മുസ്ലിങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കൂട്ടത്തിൽ ഒരുത്തൻ ദരിദ്രനായി കിടന്നാലുണ്ട്, അവരെ അയാളെ ഉയർത്തും. നിങ്ങൾ ഈ കരുനാഗപ്പള്ളിയിലോട്ട് വരാം. ഒരു കാലത്ത് കരുനാഗപ്പള്ളിയിൽ ഒരു 25 വർഷത്തിന് മുമ്പ് വലിയൊരു ഒന്നുമില്ലായിരുന്നു. ഇന്ന് കരുനാഗപ്പള്ളിയിലെല്ലാം മുസ്ലിങ്ങളെ കടവെച്ച് പാട്ട പെറുക്കിക്കൊണ്ട് നടന്ന മുസ്ലിങ്ങളെല്ലാം ഇന്ന് കോടീശ്വരന്മാരാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വസ്തുവിന് വിലയുള്ള സ്ഥലമാണ് കരുനാഗപ്പള്ളി. എറണാകുളത്ത് പോലും അത്രയും വിലയും. ബിസിനസ് മേഖലയാക്കി. അതേസമയം ഒരു ക്രിസ്ത്യാനി ദാരിദ്ര്യപ്പെട്ട് കിടന്ന അവൻ തകർന്ന ഒരു നോട്ടവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈസ്റ്ററിൽ അന്നേരം ഇറച്ചിക്കട ചെന്നു. അപ്പൊ ഭയങ്കര ബഹളമാണ്. ഭയങ്കര ഇറച്ചിക്ക് പോയി പറഞ്ഞു, സാറേ ഞാൻ പയ്യെ തൂക്കി തരാം, കാരണം എനിക്കറിയാമല്ലോ ഇവിടെ ഞാൻ അവിടെ. അപ്പോൾ എനിക്കപ്പോൾ അപ്പോഴങ്ങനെ കുറേ നേരം അവിടെ നിന്നു. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്ന കണ്ടോ ഇപ്പോഴിപ്പോഴേ എന്തെങ്കിലും കഥ പറയാമെന്ന് പറഞ്ഞാൽ കാരണം ഈ മുസ്ലിം പറഞ്ഞു
എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഇറച്ചിക്കോട്ടുകാരനെ കണ്ടോ? ഇവന് 75 ലക്ഷം രൂപ ഇവിടെ അടുത്തുള്ള ഇന്ന ആളിനെ അറിയാം, ഞാൻ പറയാൻ അറിയാം, ആ മുസ്ലിം കൊടുക്കാനുണ്ട്. അപ്പൊ അവന്റെ കടയിലാണ് ഇടയ്ക്ക് പോകുന്നത്. ഇതിന്റെ കടയിൽ പോകാതിരുന്നപ്പോൾ ഇയാൾ കാർ വിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു, എടാ 75 ലക്ഷം രൂപ തരാനില്ലാത്ത നിനക്ക് തരാനൊക്കത്തില്ലെന്ന് എനിക്ക് അറിയാം. എടാ 75 ലക്ഷം രൂപയാണോ വരുന്നത്, നീയാണോ വരുന്നത്, എനിക്ക് നീയാ വരുന്നത്, അതുകൊണ്ട് നീ കടയിൽ വരാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ ചെയ്യും, കേസും കൊടുത്ത് വഴക്കം ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, അടിയുണ്ടാക്കി. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ ക്ഷമിക്കാൻ കഴിയാത്ത ഒരു വർഗം ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനി അല്ലാതെ മറ്റൊന്നും. പ്രിയ സഹോദരങ്ങൾ, നമ്മളെ കണ്ടുപഠിക്കാൻ ലോകത്തിനൊന്നുമില്ലെന്നും നമ്മൾ പറയും, ക്ഷമാശീലനാം ഈശോയെ, ശാന്തശീലനാം ഈശോയെ. ആദ്യം 10-500 വൈദികരെ കർദിനാളിനിട്ട് വെള്ളം വെച്ചുകൊണ്ട് നടക്കും. പിടിച്ചൊരു ആലഞ്ചേരി പിതാവുണ്ടായി. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തക്കലയില് ഞാൻ പോൾസംബോധം ഒക്കെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോഴേ ഒരു അംബാസഡർ കാറിൽ ഇദ്ദേഹം പോകുന്നു. അന്ന് തക്കലയിലായിരുന്നു. അംബാസഡർ കാർഡ് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയപ്പോൾ ഇദ്ദേഹം പുറകിൽ ഇറങ്ങി തെള്ളുന്ന ആരാ? സീറോ മലബാർ സഭയുടെ അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ. ഈ പാവത്തെ ഇല്ലാത്ത കേസുണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി, ചാടിച്ച് പുറത്താക്കി. അങ്ങനെയുള്ള ക്രിസ്ത്യാനിക്ക് നിനക്ക് എന്ത് യോഗ്യത ക്രിസ്തുവിനെ പറയാം? അതുകൊണ്ടാ പ്രിയരെ ഈ ചൂടൊന്നും ഈ കേരളത്തിൽ കുറയാത്തത്. ക്രൈസ്തവന്റെ ഈ പ്രവൃത്തിയാണ്. നീ ദൈവഹിതം അനുസരിച്ച് ജീവിക്കാതിരിക്കുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിലും സംഖ്യയുടെ പുസ്തകത്തിലും പറയുവാണ്, വനത്തിൽ നിന്ന് കാട്ടുമൃഗങ്ങളെ ഞാൻ അയക്കും. ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ സംഖ്യ കുറയ്ക്കും. ഈ മൃഗങ്ങൾ വന്ന് നിങ്ങളെ, ആന വന്ന് നിങ്ങളെ കൊല്ലും, കാട്ടുമൃഗങ്ങൾ വന്ന് നിങ്ങളെ നശിപ്പിക്കും. കാരണം നിങ്ങൾ ദൈവഹിതത്തിനെതിരെ പ്രവർത്തിച്ചത് കൊണ്ട് ഞാൻ ഇത് ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരമുയർത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇനി ശ്രദ്ധിച്ച്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ 14 മക്കൾ വരെ അറിയാം. 15 മക്കളുള്ള കുടുംബം വരെ. നമ്മൾ ഇനിയൊരു 20 വർഷം കഴിയുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനികൾ 2% കുറയുന്നു. കുറെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ക്രിസ്ത്യാനികൾ ഇല്ല. എന്താണ് ഈ മാതൃത്വത്തെ ദൈവം അനുഗ്രഹിച്ചതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഹൈന്ദവനായാലും മുസ്ലിം ആയാലും ഒരു ദൈവമേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ ദൈവം മാതൃത്വത്തെ അനുഗ്രഹിക്കും. മുസ്ലിമിന്റെ കുഞ്ഞായാലും ദൈവം അനുഗ്രഹിക്കും. അവരുടെ മാതൃത്വത്തെ അനുഗ്രഹിക്കുന്നതുകൊണ്ടാണ് അവരിങ്ങനെ പെരുകി. ഹല്ലേലൂയ. എന്നിട്ട് അവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് തിന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഹല്ലേലൂയ. ആദ്യം ക്രൈസ്തവ, നീ നല്ലതാകും. നിന്റെ ജീവിതം അനുതാപത്തിലേക്ക് പറഞ്ഞല്ലോ. മാനസാന്തരം ഉണ്ടോ? ഉണ്ടോ. കള്ളുകുടി മാറുന്നതാണോ മാനസാന്തരം? പുകവലി മാറുന്നതാണോ മാനസാന്തരം? പ്രിയ സഹോദരങ്ങളെ, മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്റെ അടുത്തിരിക്കുന്ന വ്യക്തി അവൻ എന്നെ പോലെയാണെന്ന് ഞാൻ പറയുന്നതിന്റെ പേരാണ് മാനസാന്തരം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, നീയും ഞാനും ഒന്നാണെന്ന് പറഞ്ഞു. ഇതെവിടെ പറയുന്നു? ബൈബിളിൽ എവിടെ പറയുന്നു? 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 6-7 തിരുവചനത്തിൽ നോക്കിയേ. ഹെസക്കിയ രാജാവിനെ ഇസ്രായേൽ രാജാവ് വിളിക്കുക. ഹെസക്കിയ രാജ്യത്തെ രാജാവ്, ഹെസക്കിയ എന്ന് പറയുന്ന രാജാവിനെ വിളിക്കുമ്പോൾ യൂദായിലെ രാജാവാണ്, തികഞ്ഞ ദൈവഭക്തൻ. ഈ തികഞ്ഞ ദൈവഭക്തനായ യൂദാ രാജാവിനെ സന്ദേശം അയക്കുമ്പോൾ യൂദാ രാജാവിനെ പറയുന്ന ആ വചനം ഒന്ന് വായിച്ചേ. 2 രാജാക്കന്മാർ 3-6-7 വചനം ഒന്ന് വായിച്ചേ. അപ്പോൾ കിട്ടിയോ? 2 രാജാക്കന്മാർ 3-ാം അധ്യായം 6-7 വചനം വായിച്ചേ. അപ്പോൾ വായിച്ചു. അവൻ യൂദാ രാജാവായ യഹോശാഫത്തിന് സന്ദേശം അയച്ചു. മോവാബ് രാജാവ് എന്നെ എതിർക്കുന്നു, അവനെതിരെ യുദ്ധം ചെയ്യാൻ നീ എന്നോടൊപ്പം വരുമോ? അവൻ പറഞ്ഞു, ഞാൻ വരാം. യഹോശാഫത്ത് രാജാവ് പറയാണ്, ഞാൻ വരാം. എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ നിന്നെ പോലെയാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഞാനും നീയും ഒന്നാണെന്ന് പറയും.
ഇങ്ങോട്ട് നോക്കി, ഈ 131 വേളാങ്കണ്ണ യാത്ര ഭാരതത്തിൽ, കേരളത്തിൽ ആരും നടത്തുന്നില്ല. നടത്തുന്നെങ്കിൽ ചില പേര് ടെലിവിഷനൊക്കെ ഇട്ടോണ്ട ഇങ്ങനെ 17 മണിക്കൂർ വചനം പറഞ്ഞൊരു ശുശ്രൂഷ ഒരിക്കലും നടത്തുന്നില്ല. എല്ലാ ചാനലുകാരും അന്വേഷിച്ച സത്യമാണ് പറയുന്നത് ഞാൻ നിങ്ങളോട്. ഇതങ്ങനെ ഞാനും പോൾസനും ഞാനും ഇവിടെ പ്രദേശത്തെല്ലാം ഒന്നായിട്ടാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഭിന്നിപ്പിക്കാൻ പലരും വന്നു, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ക്രൈസ്തവൻ ഒന്നാണോ? ഞാൻ നിന്നെ പോലെയും നീ എന്നെ പോലെയുമാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഞാൻ നിന്നെ പോലെയും. കിട്ടിയോ? ആ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ നിന്നെ പോലെയും പറഞ്ഞേ, നീ എന്നെ പോലെയുമാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഞാനും നീയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. താങ്കളുടെ വേദന എന്റെ വേദനയാണെന്ന് പറയും. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചെയ്ത ഞാൻ എന്തെങ്കിലും ചെയ്ത് സഹായിക്കണമെന്ന് ചോദിച്ചു. ആ, അത് പറയാനാ. യേശുവേ നന്ദി. അപ്പൊ ഇവിടെ വചനം പറയാം, ഞാൻ നിന്നെ പോലെയും നീ എന്നെ പോലെയുമാണ്. ആ, എന്നിട്ട് എന്താ പറയുന്നത്? നിന്റെ ജനം എന്റെ ജനം നിന്റെ ജനം പോലെ. ആ, എന്റെ ജനം എന്റെ ജനം. ഇങ്ങോട്ട് പറ. ഒരു രാജ്യം, ഒരു ഭരണാധികാരി പറയേണ്ടതാ, ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഹിന്ദുക്കളും എല്ലാം ഒരുപോലെയാണ്. ഇവിടുത്തെ ഭരണാധികാരി പറയുന്നത് എന്തുവാ? ഇവിടുത്തെ ഭരണാധികാരി പറയുന്നത്, ഇന്ത്യ പ്രധാനമന്ത്രി പറയുന്നത് എന്തുവാ? ലോകത്തിലെ ഏറ്റവും കൊടിയ വർഗീയ വിഷം മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ്സുകാർ കെട്ടുതാലി പെട്ടിച്ചു മേടിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളുടെ കെട്ടുതാലി പിടിച്ച് കഴുത്തേന്ന് പൊട്ടിച്ചെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ് കോൺഗ്രസിന്റെ ദൗത്യം. മൻമോഹൻ സിംഗ് അങ്ങനെ തന്നത്. ഇതുപോലൊരു മണ്ടനും ഊളനുമായ ഒരു പ്രധാനമന്ത്രി ഉണ്ടോ? ഇത് ചാനലിൽ കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. കാരണം തലയല്ല വലുത്, തല തന്നവനാ വലുത്. ഇത് കേൾക്കണം പ്രിയ സാധനങ്ങൾ. ഇങ്ങനെ മണ്ടന്മാര് ഉണ്ടാവരുത് ലോകത്ത്. ഹല്ലേലൂയ, കരമുയർത്തി ഹല്ലേലൂയ. ഇതിന്റെ പേരാണ് കൊടിയ വർഗീയ വിഷം. കൊടിയ വർഗീയ വിഷം, കൊടിയ വർഗീയ വിഷം. പ്രിയ സാധനങ്ങളെ, ഇവിടെ എല്ലാവരും ആണോ? ഇവിടെ വചനം പറയാണ്. ഒരു വചനപ്രഘോഷകനായി ഞാൻ ഇത് കേട്ടിട്ട് മിണ്ടാതിരുന്നാൽ ഞാനൊരു വചനപ്രഘോഷകനല്ല. ഹല്ലേലൂയ. ഒരു വചനപ്രഘോഷകൻ പറഞ്ഞില്ല, പിന്നെ ആരാ ഇത് പറയുന്നത്? ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? വായിച്ചേ. എന്റെ ജനം നിന്റെ ജനം പോലെയും എന്റെ കുതിരകൾ നിന്റെ കുതിരകൾ പോലെയാണ്. ഞാനും നിന്നെയും തമ്മിൽ ഒരു വേർതിരിവില്ല. ഇതാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം. ഹല്ലേലൂയ. അവരെന്റെ വേദന എന്റെ വേദനയാണെന്ന് തോന്നുന്നതിന്റെ എന്റെ മനസ്സിലുണ്ടെങ്കിൽ അവിടെയാണ് മധ്യസ്ഥ പ്രാർത്ഥന ഉയരുന്നത്. അല്ലാതെ മുട്ടിന്മേൽ നിന്നും ബ്രദർ പറഞ്ഞല്ലോ, 7 കൊന്ത എഴുതുന്നു, 20 കൊന്ത എഴുതുന്നു, സങ്കീർത്തനം മൊത്തം വായിക്കുന്നു, പക്ഷെ ജീവിതമില്ല. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സ്ഥലങ്ങൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാനും നീയും ഒന്നാണ് എന്ന് മനസ്സിലാക്കണമെന്നതാണ് സ്നേഹം. അപ്പൊ ഇവിടെ വചനം പറയാ, വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകേണ്ടതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 4:17. ഈ വചനം മറക്കരുത്. 1 യോഹന്നാൻ 4:17. എന്താ വചനം പറയുന്നത്? വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, എന്നെ കണ്ടിട്ട് യേശുക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു. നോക്കിയിട്ട് പറയാ, ഒരു ഷേപ്പ് ഉണ്ടോ? കുരിശൊക്കെ ഉണ്ട്, ശങ്ക കുരിശൊക്കെ ഉണ്ട്. മിക്കവാറും അപ്പോൾ അങ്ങനെയാന്ന് തോന്നുന്നില്ല. അപ്പൊ ശ്രദ്ധിച്ചേ എന്താണ് വചനം പറയുന്നത്? വിധി ദിനത്തിൽ. ആ വചനം എന്ന് പറഞ്ഞ വിധി ദിനത്തിൽ ഒരു വിധി ദിനമുണ്ട്. കാഴ്ചയൊക്കെ കണ്ടോണ്ടിരുന്നു, ഒരു വിധി ദിനമുണ്ട് കേട്ടോ. വിധി ദിനത്തിൽ ആത്മധൈര്യം ഉണ്ടാകേണ്ടതിന് സ്നേഹം നമ്മിൽ
ഇന്ന് പലർക്കും വിധി ദിനം എന്ന് പറയുന്ന ഒന്നില്ലെന്ന ഈ സാധനങ്ങളെ അടുത്തൊരു മിസ്റ്റിക്ക് പറയാണ്, നമ്മുടെ കത്തോലിക്കർ അനേകരെ നിത്യ നരകത്തിൽ കിടക്കുന്നത് ആ മിസ്റ്റിക്കിന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ആ നിത്യനരകത്തിൽ കിടന്നുകൊണ്ട് അവർ അലറി വിളിക്കുമ്പോൾ അവരെ കുറിച്ച് ഈ മിസ്റ്റിക്ക് കാണുകയാണ് വലിയ കുടുംബം